ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിനെ ഇന്നലെ ഹൈക്കോടതി വല്ലാണ്ട് കുടഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിന്റെ പണി എന്താണെന്ന് പോലും കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് സംഭവിച്ച വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ കോടതി പത്മകുമാറിന്റെ പേരെടുത്തും ശങ്കർദാസിനെ പരോക്ഷമായി വിമർശിച്ചു. പിന്നീട് ശങ്കർദാസിന്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ നിലവിലെ ഹെൽത്ത് കണ്ടീഷനൊക്കെ വെളിവാക്കുന്ന രീതിയിൽ ഫോട്ടോയൊക്കെ കാണിച്ചിരുന്നു കോടതിയെ. ഈ കേസുമായി ശങ്കർദാസ് സഹകരിക്കാത്ത സാഹചര്യത്തെയും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു. കോടതിയുടെ ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ ദേവസ്വം ബോർഡ് പരുങ്ങലിലായി കേസിൽ പരമാവധി സഹകരണം ഉറപ്പിക്കാനാണ് നീക്കുക. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു നില പരുങ്ങലിലേക്ക് പോവുകയാണോ എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോ ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. വിശകലനങ്ങളുമായി ഷപ്ന നമുക്കൊപ്പം തുടരുന്നുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT കേൾക്കേണ്ടി വന്നത് അതിരൂക്ഷ വിമർശനമാണ്. എല്ലാം പത്മകുമാറിനെ ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ശങ്കർദാസിന്റെ കാര്യത്തിലുണ്ടായി. അപ്പം ഈ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ SITയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണവും ഈ സംശയങ്ങളും ഇതിന്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം അത് തന്ത്രിയാണെന്ന് വരുത്തി തീർത്ത് പൊളിറ്റിക്കലി മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനായിട്ടൊരു വഴി SIT ഒരുക്കുകയാണ്. ആ രീതിയിൽ ഒരു വിഭാഗം ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് പൊതുസമൂഹത്തിൽ ചിലരെങ്കിലും ചർച്ച ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും SIT ഈ വിമർശനം നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ പത്മകുമാറിൻ്റെതടക്കം നില കൂടുതൽ പരുങ്ങലിലേക്ക് പോവുകയാണോ ഷപ്ന? സേതു, ഇന്നലെ ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത്. അത് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോഴാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബെഞ്ചാണ് ഇതിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ദേവസ്വം ബെഞ്ച് SITയുടെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത്. എന്നാൽ മറ്റൊരു ബെഞ്ചിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇന്നലെ ഇത്തരത്തിൽ ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഈ പത്മകുമാറിൻ്റെ റോൾ സംബന്ധിച്ച് പത്മകുമാറിൻ്റെ ഇതിലുള്ള പങ്കാളിത്തം അഭിഭാഷകൻ പറഞ്ഞത് ഈ മഹസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഈ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ല എന്നല്ല, പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ വാദങ്ങൾ അഭിഭാഷകൻ ഉന്നയിച്ചപ്പോഴാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡിനായിരുന്നു. ദേവസ്വം ബോർഡിന് എന്താണ് പണി എന്ന രീതിയിൽ കോടതി ചോദിച്ചതും ആ രീതിയിലാണ്. അതോടൊപ്പം തന്നെ കോടതി ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നത് ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. അറസ്റ്റ് അടക്കമുള്ള ഈ ശങ്കർദാസിൻ്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഈ കേസിൽ അവർ കൂടി പങ്കാളികളാണ് എന്ന രീതിയിലാണ് ഈ സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. SITയെ സംബന്ധിച്ച് SIT ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തുകയും പക്ഷേ മറ്റൊരു ബെഞ്ചിൽ നിന്ന് ഈ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ തന്ത്രിയിൽ എത്തി നിൽക്കുന്നു. ഇനി കൂടുതൽ ആളുകളിലേക്ക് ഇത് പോകുമോ എന്ന കാര്യത്തിൽ വളരെ പൊളിറ്റിക്കലായി നീങ്ങുന്ന ഒരു കേസ് കൂടിയാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇലക്ഷൻ വരുന്നതോട് കൂടിയിട്ട് കൂടുതൽ ഇത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം ഏത് രീതിയിലേക്ക് ഇനിയും നീങ്ങും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വ്യക്തത കുറവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതിയും അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SIT ചില ആളുകളുടെ മൊഴിയെടുക്കാൻ വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ അറിയിച്ചിരുന്നതാണ്. അതിനുശേഷം അത്തരത്തിലുള്ള മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതായി നമുക്ക് വ്യക്തതയുമില്ല. ഓക്കെ, ശരി ഷപ്ന. ഓക്കെ.